Hello guys, welcome back to my kitchen countertop. ഇന്ന് നമ്മൾ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന്റെ പേരാണ് Suji Halwa. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്ക് ആയിട്ടും കഴിക്കാറുണ്ട്. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പൂരിയുടെ കൂടെ കഴിക്കാനാണ് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ 2 ബോൾ റവയാണ് എടുത്തേക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റ്സോളം നമുക്കിതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അടി പിടിക്കാതെ കത്തിപ്പോവാതെ നമുക്ക് നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെയും ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു നെക്സ്റ്റ് ബർണറിൽ ഞാനൊരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ സെയിം ബോളിൽ നമ്മൾ റവ എടുത്ത സെയിം ബോളിൽ മെഷർ ചെയ്ത് ഒരു 6 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ വെള്ളം ഇവിടെ ഇരുന്ന് ബോയിൽ ആകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ റവയൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് സെയിം ബൗളിൽ ഞാൻ 2 ബോൾ പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ പഞ്ചസാരയും കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എത്ര ബോൾ റവയാണോ എടുക്കുന്നത് അത്രയും ബോൾ പഞ്ചസാരയാണ് അതിൻ്റെ ശരിക്കും മെഷർമെൻറ്റ്. പിന്നെ നമുക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഈ വെള്ളത്തിലേക്ക് ഞാൻ 3 ഏലക്കയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഏലക്ക ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങി വരാനാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ പഞ്ചസാര പാനി ഇവിടെ നന്നായി ബോയിലായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തേക്കാം. ഇനി നമുക്ക് നമ്മുടെ റവയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. നമ്മുടെ റവ നല്ല രീതിയിൽ നല്ല പരുവത്തിൽ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കൂടെ ഇത് ഇളക്കി കൊടുക്കണം. അപ്പം അടുത്ത ബേർണറിൽ നമ്മളിങ്ങനെ വെള്ളമൊക്കെ വെക്കുമ്പോൾ ചിലപ്പം കത്തിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. നിങ്ങൾ അത്ര എക്സ്പേർട്ട് ആണെങ്കിൽ മാത്രമേ നിങ്ങൾ 2 ബേർണർ യൂസ് ചെയ്യാവൂ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഡിഫറൻസ് കാണിച്ചു തരാം. നമ്മൾ ആദ്യം റവ ഇട്ടപ്പോഴത്തെ കളറും റോസ്റ്റ് ആയി കഴിഞ്ഞിട്ടുള്ള കളറുമാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ഏകദേശം ഈ ഒരു ബ്രൗണിഷ് കളർ ആകുമ്പോഴേക്കും ഞാനിതിൽ ആ സെയിം ബൗളിൽ 1 ബോൾ നെയ്യാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം 3 മിനിറ്റ് കൂടി നമുക്ക് ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ റവ ഏകദേശം നന്നായിട്ട് ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ ചേർക്കുകയാണ്. അപ്പം ഞാനിതിൽ ചേർക്കുന്നത് ആമണ്ട് ചേർക്കുന്നുണ്ട്, കാഷ്യൂസ് ചേർക്കുന്നുണ്ട്, കുറച്ച് റൈസിൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിതിൽ ആമണ്ട്സ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ആമണ്ട്സ് ചേർക്കുന്നത്. ഓരോരുത്തർ ഓരോ ഇഷ്ടങ്ങളാണ്. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് പിസ്റ്റാഷ്യോ ഒക്കെ ചേർക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് വേണ്ടെങ്കിൽ അത് ഇല്ലാതെ നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഇതിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് അല്ല. ഇത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് റോസ്റ്റായി വരുന്നവരെയും നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. റോസ്റ്റ് ആയത് നമ്മൾ എങ്ങനെ അറിയും എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്ന റൈസിൻ അത് നമുക്കറിയാം. ഒന്ന് റോസ്റ്റായി കഴിയുമ്പം നമ്മൾ ഇട്ടതുപോലെയല്ല, ചെറുതായിട്ടൊന്ന് വീർത്ത് വരും. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്ത റൈസിൻ ഇതാണ്. അപ്പോൾ അത് റോസ്റ്റായി വന്നപ്പോൾ അതൊന്ന് വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവം വരെ നമ്മളിത് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ കൈയും കാലൊന്നും പൊള്ളിക്കരുത്. കുറച്ച് മാറി നിന്ന് ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇവിടെ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരുന്ന വെള്ളം മൊത്തം ഞാൻ ഇവിടെ ഒഴിച്ചു കഴിഞ്ഞു. ഇനി ഇത് ചെറുതായിട്ട് ബോയിലായി വരും. അപ്പോൾ നമുക്ക് അതുവരെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സുജി ഹൽവ ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ചും കൂടി ഇതിൽ വെള്ളം ഡ്രൈ ചെയ്തെടുക്കണം. അതുകൊണ്ട് ഒരു 2 മിനിറ്റോളം നമുക്ക് ഇതേപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി. അതുപോലെ നിങ്ങൾക്ക് കാണാം, ഇത് നമ്മുടെ കടായിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ സ്പാച്ചുല വെച്ച് നമ്മൾ ഇളക്കുമ്പോൾ നമുക്ക് കാണാം, നമ്മുടെ കൂടെ തന്നെ ഈ റവ ഇങ്ങനെ കറങ്ങി വരുന്ന ഒരു പരുവം വരെ നമുക്ക് ഇതുപോലെ തന്നെ ആക്കിയെടുക്കണം. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. അങ്ങനെ നമ്മുടെ സൂജി ഹൽവ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് ഡിഷാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി റെസിപ്പിയുമായി വരുന്നവരത്തേക്ക് ബൈ, ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.